ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ 2005-2007 +2 സയൻസ് ബാച്ചിൻ്റെ റീയൂണിയനാണ്. അങ്ങനെ ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടി ഒന്നിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ബോയ്സ് ഉണ്ട് അപ്പുറത്താണ്. അപ്പം സാർ എത്തുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ പ്രധാന സാർ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസ് ഓരോന്നായിട്ട് കാണാം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നൽകുന്ന ദിനങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു അധ്യാപനം എന്നുള്ള നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിനമാണിന്ന്. ഞാൻ ഇവിടെ വന്നത് 2005 ഡിസംബറിലാണ്. ഏകദേശം എത്ര വർഷം കഴിഞ്ഞു? 20 വർഷം ആയിട്ടുണ്ട്. അപ്പൊ അന്ന് കുസൃതികളായിട്ട് നടന്ന സോളമൻ അല്ല, കുസൃതികളില്ലെങ്കിൽ ഒരു രസമില്ല. അതാണ്. അപ്പൊ ഒത്തിരി എന്താ പറയാ, ഇണക്കങ്ങളും പിണക്കങ്ങളും വഴക്കുപറച്ചിലുകളും എഴുത്തും പരീക്ഷകളും പാരൻസിനെ വിളിപ്പിക്കലും ഒക്കെ നടന്ന ദിനങ്ങൾ പെട്ടെന്ന് ഓർക്കുന്നു. ഇപ്പൊ രാവിലെ വന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അതുപോലെ വണ്ടിയിൽ ഇന്നലെ നിങ്ങളുടെ കെയർ ഓഫിൽ ഒരു ബോക്സ് മേടിച്ചിരുന്നു, പറഞ്ഞു കാണുന്നില്ല. അത് ഉൾപ്പെടെയായിട്ട് വരാനിരുന്നതാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ എനിക്കൊരു പെങ്ങളാണുള്ളത്, തിരുവനന്തപുരത്താണ്. പെങ്ങളും 2 മക്കളും ലാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച ഒരു 7 മണിയായപ്പോൾ പുത്രന്മാർ 2 ലാൻഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും പല വഴിക്ക് ഡിസ്പേഴ്സ് ആകുകയാണ്. ചെറുക്കന്മാർ 2 3:30 ട്രെയിൻ, ഒരു പുള്ളി ബൈക്കിൽ കൂട്ടുകാരൻ വരും, അതിൽ പോകും. മറ്റവന് 3:30 ട്രെയിനിന് നമ്മുടെ ഐലൻഡാകും, അതിന് പോകണം. പെങ്ങൾ 4:30 ബസ്സിന് 3 പേരും കൂടെ പോകും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കാണിത്. നമ്മുടെ വണ്ടി കൂട്ടുകാരൻ അവരെ ആക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ നടക്കാൻ. പിന്നെ അതിനിടയ്ക്ക് അപ്പച്ചിയുടെ ഒരേ ഒരു അപ്പച്ചിയുള്ളൂ. അപ്പൊ അദ്ദേഹം ചെറിയൊരു നെഞ്ചുവേദനയായിട്ട് പുഷ്പരിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്നും നമ്മളെ ഒരു ഡ്യൂട്ടി ഉണ്ടല്ലോ. അപ്പൊ അവിടെയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു. കൂട്ടുകാരൻ്റെ കാറ് കൊടുത്തു. ബൈക്ക് ഞാൻ വാങ്ങിച്ച് വന്നതാണ്. ഏകദേശം 3:30 വരുമെന്നാണ് പറഞ്ഞത്. അധികം താമസിക്കാൻ തോന്നി. അപ്പോൾ വെറും കൈയോടെ വന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നിങ്ങളെ ഏറെ നേരത്തെ പറഞ്ഞ 20 വർഷത്തിന് മേലായി കണ്ടിട്ട് അപ്പോൾ ഒരു ചെറിയ സന്തോഷമായിട്ട് ഞാൻ കോൺ ഐസ്ക്രീം ബില്ല് ചോദിച്ചു. കാരണം ഇത് ഇപ്പം നമ്മളവിടെ പ്ലാസ്റ്റിക് മുക്ത ക്യാമ്പസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വേസ്റ്റ് കുറയ്ക്കാനായിട്ടാണ്. പക്ഷേ ബെസ്റ്റ് ബേക്കറിയിൽ കോൺ ഐസ്ക്രീം ഒരെണ്ണം കൂടി ഇല്ലായിരുന്നു. പിന്നെ 25 എണ്ണം ഷെയർ ചെയ്യാൻ പറ്റിയത് ഇതാണ്. അപ്പം അതുകൊണ്ട് ഇത് മാത്രമായിട്ട് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടെ കണ്ടതുകൊണ്ട്, ഇവിടെ ഉള്ളവരെയും വിദേശത്തുള്ള നമ്മുടെ നല്ല കൂട്ടുകാരെയും കണ്ടതുകൊണ്ട് ഒത്തിരി സന്തോഷം. ഇടയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇടയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ മീൻസ് കാണുക, ഒറ്റയ്ക്കായാലും കൂട്ടുകാർ ഒന്നിച്ചായാലും ഇടയ്ക്ക് വരിക. ഞാനിവിടെ കാണും കുറച്ച് നാളെങ്കിലും. ഞാനില്ലേലും ഇടയ്ക്ക് നിങ്ങൾ പഠിച്ച സ്കൂളാണ്. അപ്പോൾ സ്കൂളിനോട് എന്താ പറയുക, ഓർത്തുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് കയറി വരിക. നമ്മൾ ഉണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കും, ഇല്ലെങ്കിലും അന്നേരമുള്ള ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും. എല്ലാവർക്കും വന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാ ജീവിത നന്മകളും നേരുകയാണ്. സ്വന്തം ചാനലിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.
സൗണ്ടാ. ആരും പേടിക്കേണ്ട, വീഡിയോസ് എല്ലാം ആശയുടെ ചാനല് അതിനകത്ത് അപ്ലോഡ് ചെയ്താൽ പരസ്യം ചെയ്യുന്നത് റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രിയ സുഹൃത്തുക്കളെ, കുറേ വർഷമായിട്ട് ഇരിക്കുന്ന സോളമൻ എനിക്ക് ഇന്നാളൊന്ന് എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് കുറേ വർഷമായാലോ കൂടിയാലോ എന്നൊക്കെ അന്നെന്തോ അങ്ങനെ അസൗകര്യമൊക്കെയായിരുന്നു. ഗ്രൂപ്പിങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും കാണുക എന്നൊരു പ്രോസസ്സ് നടന്നില്ല. ഇത്തവണ അവധിക്ക് നമ്മൾ വീണ്ടും എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അത് ഒമാനിനും ഏറ്റെടുത്ത് ഒമാനിനെ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് എന്നാലും എന്നോട് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സൈലൻ്റായിട്ട് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ വിജ്ഞാപനത്തിൽ എല്ലാം പറഞ്ഞത് അറിയാം. ഓക്കെ. അപ്പോൾ ആ ഒമാനിൽ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് ഇത്രയും പേർക്ക് നമ്മളെ സാറ് ഇവിടെ ഉണ്ടെന്നറിയാം. പക്ഷേ ഞാൻ പലപ്പോഴും സെക്കൻഡ് സാറിൻ്റെയാണ് നാട്ടിൽ ഇവിടെ വരുന്നത്. അപ്പം പലപ്പോഴും അപ്പോൾ സ്കൂളിൽ അവധിയാണ്, സാറിനെ കാണാൻ പറ്റിയില്ല. സാറിവിടെ പ്രിൻസിപ്പലായിട്ട് ചാർജ് ചെയ്തു നമ്മൾ ടിവിയിലാണ് ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ട്. സാറോട് രാവിലെ പിന്നെ എനിക്ക് അതിനകത്ത് ഏറ്റവും എല്ലാവരും കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ആളാണ് എനിക്ക് ടിവിയിലാണ്. ടിവിയിൽ മനസ്സ് വായിക്കാൻ അടുത്തിരുന്ന കൂട്ടുകാരനാണ്, അറിയാൻ പറ്റുക. ഇങ്ങനെ ഇടയ്ക്കോർക്ക് ഓരോ ഞാനും പിള്ളേരോട് ഇവിടുത്തെ കഥകളൊക്കെ പറയാറുണ്ട്. സാറിങ്ങനെ ഓടിച്ചത് എബിന് മറ്റേ കമ്മ്യൂണിറ്റി പറയുമ്പോ കയ്യാതെ ആടിയിട്ട് അടിച്ചതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓർക്കാറുണ്ടല്ലോ. പിന്നെ എല്ലാവരും മുഖങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പിന്നെ ഞാനെനിക്ക് നാട്ടിൽ തന്നെയൊക്കെയാണ് ഇവരെല്ലാവരും എവിടുന്നേലും ഒക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലും മുഖമൊക്കെ എല്ലാവരും സോളമനാണെങ്കിൽ അസല്ലേ എന്നാലും വളരെ സന്തോഷം. സാറ് ശരിക്കും പറഞ്ഞത് അന്ന് എനിക്കൊന്ന് അന്ന് കുളം പറഞ്ഞപ്പോഴും എല്ലാവരും വലിയ കാര്യമാക്കാനതിൻ്റെ കാര്യം വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടിയിട്ട് പോസ്റ്റ് ഇപ്പൊ പക്ഷേ നമ്മുടെ സ്വന്തം പ്രധാന സാറുകളുണ്ടെല്ലാം നിങ്ങളെ ധൈര്യമാണ് ശരിക്കും. അതുകൊണ്ടാണ് വീണ്ടും എല്ലാവർക്കും ഒരു സാറിനെ കാണാം, നമുക്ക് ധൈര്യത്തോടെ വീട്ടിൽ. അപ്പം ആദ്യം എല്ലാവരും ചോദിച്ചത് അത് തന്നെയായിരുന്നു, നമ്മൾ പോയാൽ ഇവിടെ തന്നെ ഇരിക്കും. അപ്പോഴാണ് പ്രധാന സാർ അവിടെ ഉണ്ടല്ലോ, സാറാ പ്രിൻസിപ്പൾ, സാറാ അതോറിറ്റിയായിട്ട് പോകുന്നതായിരിക്കും. അങ്ങനെയാണ് വീണ്ടും ഇതൊന്ന് ചാർജായാലും എല്ലാവരും വരാനൊക്കെ റെഡിയായത്. എന്തായാലും വളരെ സന്തോഷമാണ്. പെരുമാറ്റം സാറൊരു മെസ്സേജ് ഈ മറ്റേ ഐറ്റങ്ങളുടെ പേര് ഇങ്ങനെ പറഞ്ഞ വോയിസ് പറയുന്നത് സാറിന്റെ ചടുലമായ സംസാരം ഓളം പറഞ്ഞാലേ ഇങ്ങനെ നമ്മൾ പല ടീച്ചേഴ്സിനെ പിന്നീട് കാണാനിടയായിട്ടുണ്ട്. കോളേജിലും ഒക്കെ ആയിട്ട് കുറെ വർഷങ്ങൾ കഴിച്ചു കൂടെ വർക്ക് ചെയ്യുന്ന കുറെ ടീച്ചേഴ്സിനുണ്ട്. സാറിൻ്റെതായ ഒരു ശൈലിയുള്ള മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വ്യത്യസ്തമായ മനുഷ്യനാണ്. സാറിന്റെ സൈനും എല്ലാം കൃത്യമായിട്ട് ഞാൻ വീണ്ടും അപ്പൊ നമ്മൾ എല്ലാവരും ഒത്തുകൂടി. അപ്പൊ ഏറ്റവും സ്നേഹത്തോടെ
എല്ലാവർക്കും കൂടെ നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ഗ്രൂപ്പിന് ഓൺലൈനിലുള്ളവരും എല്ലാവരും കൂടെ കേട്ടോ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഒത്തുചേരലിന്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു കേക്ക് കട്ട് ചെയ്യാൻ ദാസ് സാറിനെ സ്വാഗതം ചെയ്തു. ക്യാമറ ഉണ്ട്. 18 വയസ്സുള്ളപ്പോഴാണ് നമ്മളിവിടുന്ന് സ്കൂളിലൂടെ വേണം പറഞ്ഞ് 18 വർഷമായിട്ടുണ്ട് ഏകദേശം പാസ് ഔട്ട് ആയിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ മംഗളകർമ്മം പറയാൻ പ്രശ്നം കണ്ടു. എല്ലാവരും കൂടെ കൂടിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഐസ്ക്രീമും സാറ് കൊണ്ടുവന്ന ഐസ്ക്രീം കഴിച്ചു, കേക്ക് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പോകാറൊക്കെ ഏകദേശം സമയമൊക്കെ ആയി. അപ്പം സമയം 5 മണിയാകുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് തുടങ്ങിയത്. പിന്നെ പുറത്തൊക്കെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പം വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ സംസാരിക്കുന്നവരുമായിട്ട് വരാൻ പറ്റാത്ത ഒരുപാട് പേര് പുറത്താണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് വീഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ പെട്ടെന്ന് ഒരാഴ്ചത്തെ പരിപാടിയായിട്ട് കുറേ സാറിനോട് തോമസാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചോദിച്ചപ്പോൾ സാറ് കുറേ ലിസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ആ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള സാവകാശം നമ്മൾ പലയിടത്തായിരുന്നു. ഞാൻ നമ്മളായിട്ട് തോമസാണെങ്കിലും ഡെയിലി ഓട്ടമാണ് കോട്ടയത്ത് തോമസ് നാട്ടിലിരിക്കുന്നത്. ആദ്യം പ്രൊഡക്റ്റായിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എന്നാലും സാറ് പറഞ്ഞ അക്കൗണ്ടിനേക്കാളും ചില ഫുഡ് കണ്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇപ്പം അതിലുള്ളവരും ഓൺലൈനായിട്ടുള്ളവരും ഒക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. ഏകദേശം ഒരു 39,000 രൂപ എല്ലാവരും കൂടെ കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രൊഡക്റ്റ് സാറ് വളരെ 1000 കൊണ്ട് ഗ്രൂപ്പിൽ തോമസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എമൗണ്ട് സാറിന് ട്രാൻസ്ഫർ ചെയ്താൽ കൊടുത്തു. ബാക്കി എമൗണ്ട് ഇപ്പം എല്ലാവർക്കും കൂടെ സാറിന് തോമസ് ആണെന്ന് തോന്നുന്നു ആൾക്കാരാണ് കൊടുക്കാറുണ്ട്. അതിനകത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തു, വീണ്ടും പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ചെയ്തു. അത് നല്ല രീതിയിൽ അവൻ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അത് കൊടുക്കാൻ ഓൺലൈനിലുള്ളവരും എല്ലാവരും ചേർന്ന് നമ്മൾ 39,000 കേട്ടോ എല്ലാവരും കിട്ടി. എല്ലാവർക്കും എന്നാലും വളരെ സന്തോഷം. നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ സാറേ നമുക്ക് കിട്ടുമോ നമ്മൾ വിളിച്ചുള്ളൊരു ആലോചിച്ച് എങ്ങനെയാണെന്നൊക്കെ. ഞാൻ കുഞ്ഞാട് നിർമ്മിച്ചാൽ അത് പെട്ടെന്ന് ഹയർ സെക്കൻഡറി കുട്ടികൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ തുടക്കം മുതൽ കുറെ പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ബസ് സൗകര്യം നമ്മുടെ ഈ നാട്ടിലോട്ടില്ല. എങ്ങനെയും സൈക്കിൾ മേടിച്ചു കൊടുക്കണമെന്ന് തുടക്കം മുതൽ അഡ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ വായി വന്നൊക്കെ പറഞ്ഞത്. പിന്നീട് ആലോചിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ ഹയർ സെക്കൻഡറി ഓൾമോസ്റ്റ് ഒരു സഫിഷ്യൻസി കൈവരിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് കൂടുതൽ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അത് കുറച്ചുകൂടെ ആവശ്യം. അപ്പോഴാണ് ഞാൻ ജെറോസ് ടീച്ചറിനെ വിളിച്ചത്. അതെന്തുകൊണ്ട് ജെറോസ് ടീച്ചറിനെ വിളിച്ച കാര്യം പറഞ്ഞു. ടീച്ചറാണ് ഈ പറഞ്ഞത് എന്തൊക്കെ വേണമെന്നൊരു ദിവസം പറഞ്ഞത്. അതാണ് ഗവൺമെന്റിന് അയച്ചു കൊടുക്കുന്നത്. ഇന്നലെ എനിക്കൊരു പണിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുകയാണ്. രാവിലെ പോയി അബൂജയുടെ ഒരു 13 സ്പീക്കർ മേടിച്ചത്. ഈ പറഞ്ഞ വണ്ടി കൊണ്ടുള്ള വിചാരിച്ചാണ്. പക്ഷേ പല ഇതൊന്നും പറ്റില്ല. അപ്പോൾ ചൊവ്വാഴ്ച അത് ഒഫീഷ്യലായിട്ട് തന്നെ നിങ്ങൾ നാട്ടിലുള്ളവർ അന്നാലും അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരും വന്ന സന്തോഷം. അസംബ്ലിയിൽ വെച്ച് തന്നെ ഒഫീഷ്യാലിറ്റി അതിന് വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് നാളെ വൈകിട്ട് നോട്ടിലെ വിളിച്ച് പറയും. എനിക്ക് ചെയ്തത് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഒരു സന്തോഷം ശ്രമിക്കാം. നാളെ സ്കൂളിൽ വന്നിട്ട് അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഇതാക്കിയിട്ട് സമയം എല്ലാവരും ഡ്യൂട്ടി
അറിയാൻ പറ്റുന്നത്. ഡ്രസ് ഉണ്ട് നാട്ടിൽ. ഒരു മത്സരമാണല്ലോ നമ്മുടെ ഈ സ്കൂളിൽ 2 ബാസ്കറ്റ്ബോൾ കോർട്ട് നടക്കത്തില്ല. കാരണം ഈ ഹൈസ്കൂള് അതൊക്കെ മൊത്തം ഈ കെട്ടിടം ഉണ്ടാക്കി വെക്കുകയാണ്. എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ശരിയാണ്, ഈ വർഷം ശരിയാകുന്ന ഒരു വിശ്വാസമാണ്. ഗവൺമെന്റ് കാര്യമാക്കി നമ്മുടെ മുളകൂടെ നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ സൗകര്യ രസമാണ്. ബാങ്ക് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഉണ്ടല്ലോ, അതൊന്ന് പൊളിച്ച് കളയണമെങ്കിൽ സർക്കാരിനെ കൂടി വേണം. കാരണം അതെല്ലാം നമ്മുടെ സർക്കാരിന്റെ ഫണ്ടായതുകൊണ്ട് കോടികളായിട്ട് അവരുണ്ട്. ഈ പറഞ്ഞതുപോലെ സ്കൂളിനെ ഇഷ്ടപ്പെട്ട സൗകര്യങ്ങളില്ല. ഇഷ്ടംപോലെ ഇവിടെ നോക്കിയാൽ കലാകാരന്റെ സൗകര്യം പഠിക്കാത്ത പിള്ളേരുടെ അഡ്മിഷനൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? അതൊക്കെ രസമല്ലേ പറഞ്ഞ ആണോ? സ്മൈൽ പ്ലീസ് എല്ലാവരും. പിന്നെ എല്ലാവരും പിരികയാണ്. പുറത്തിറങ്ങുവാണോ? ഫോട്ടോ എടുക്കാനാ? ഫോട്ടോ എടുക്കാനായിട്ട്
കിട്ടിയില്ലായിരുന്നു, റെക്കോർഡല്ലായിരുന്നു. ദൈവമേ. എങ്ങനെ